ഏകദേശം ഒരു 90% മലയാളികളുടെ പോലെ ഞാൻ താമരശ്ശേരി എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സിനിമയിലാണ്. അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാലോ. താമരശ്ശേരി ചുരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത്. ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്. അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ്. അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി. അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും. അതിൻ്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിക്കാരോടൊരു പ്രത്യേക സ്നേഹം ഷാജിക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഓണക്കാലം കൂടെ വരികയാണ്. അപ്പോൾ ഓണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നും അല്ല. എന്നാലും ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെയും പോലെ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മുടെ ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു മണ്ണും ഒക്കെ ഇതിന് വളരെ ദൂരെ അല്ലാതെ തന്നെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങലുള്ളിലുണ്ട്. അതേപോലെ തന്നെ എന്നെയും ഞാനും ടോവിയും ഒക്കെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ്. മലയാള സിനിമ ഇപ്പോൾ നിങ്ങളെല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ടാവും. ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതെല്ലാം കലങ്ങി തെളിയട്ടെ, വേഗം കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം കാലം എനിക്കോ ടോവിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസ്സമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട്, കഴിയുമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വണ്ടികൾക്ക് പോകാം. നമ്മളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. പ്ലീസ് കുറച്ച് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മറ്റു വണ്ടികൾക്ക് ഇതുവഴി പോവാം. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം. താമരശ്ശേരിയിൽ ഷാജിക്കയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഷോറൂം ആരംഭിക്കുന്നു. മൈജിയുടെ 120ാമത്തെ ഷോറൂമാണ്. മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ്. ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ ഇതുവഴി കുറേ തവണ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടുമില്ല, ഇവിടെ ഞാൻ സമയം ഇത്രയും ചെലവഴിച്ചിട്ടുമില്ല. ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം. ഇത്രയും പേര് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ, നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ട്. കാര്യം മറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഉള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹം കിട്ടുമോ എന്ന് അറിയില്ല. ഈ അൺകണ്ടീഷണൽ ലവ് തീർച്ചയായിട്ടും അത്രയും വാല്യൂബിൾ ആണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഒപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. എല്ലാവിധ ആശംസകളും. തുടർന്നും ഞങ്ങളും മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമൃദ്ധരായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ 12-ാം തീയതി എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അതും കണ്ടുപോകുക. താങ്ക് യു.